ഫോറസ്റ്റിലെ ഫൈറ്റ് അത് സത്യമായിട്ട് പറഞ്ഞാൽ സ്ട്രെനുവസ് ആയിരിക്കണം. റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചാലഞ്ചസ് എന്തായിരുന്നു? നല്ല ചലഞ്ചസ് അല്ലേ, എന്നിട്ട് പാമ്പുകളുടെ കളിയല്ലേ അവിടെ. ഞാൻ കണ്ണടച്ചിരിക്കുന്നു പാമ്പ് വന്നാ. അത് ഭയങ്കര ഒരു ട്രിപ്പിയ ഒരു കാര്യമുണ്ട്. ഞങ്ങളൊരു താമസിച്ച സ്ഥലം, അത് ഞാൻ വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ താമസിച്ച സ്ഥലത്ത് താമസിച്ച സ്ഥലം ഞാൻ, സന്ദീപ്, പ്രൊഡ്യൂസർ, ഇവരെല്ലാം ഓരോ റൂമിലുള്ളത്. അപ്പോൾ അതൊരു ടോട്ടലി ഒരു വലിയൊരു വില്ല ടൈപ്പ് ഓഫ് ഇതാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഉണ്ട് എന്നോട് ജയറാം പറഞ്ഞു, അവിടെ ഞാനൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. ഏത് റൂമിൽ, ക്ലോസറ്റിൽ. അപ്പോൾ ഞാൻ പറഞ്ഞേ നീ ചുമ്മാ ഇരി. അപ്പം ഞാനത് വിശ്വസിക്കുന്നില്ല. ഞാൻ പറഞ്ഞു നീ ചുമ്മാ ഇരി, എങ്ങനെയാ പാമ്പിനെ കാണുക? നീ വിശ്വസിക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ കുട്ടിയാണ്. ഇത് ഈ ക്ലോസറ്റിന് മേലെ വരാൻ ട്രൈ ചെയ്യാണ്. അതും വിഷമുള്ള പാമ്പ്. ഏത് നമ്മുടെ ഈ ബ്ലാക്കിൽ വൈറ്റ്, എന്താ അതിൻ്റെ പേര്, മോതിരവളയാണ്, എനിക്കറിയില്ല. അപ്പോൾ അത് കണ്ടിട്ട് എനിക്കതൊന്നും മനസ്സിലായി. ഞാൻ പറഞ്ഞു എതെങ്ങനെയാണ് വരുക, ചാൻസേ ഇല്ലല്ലോ. അത് നമ്മളെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോർ പക്ഷേ ലാൻഡുമായിട്ട് പിന്നെ താഴോട്ടാണ് ഫ്ലോർസ്. അത് മലയായോണ്ട് ഇങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പം എനിക്കത് ഷോക്കായി. അപ്പോൾ അന്ന് ജയറാം വന്നിട്ട് എൻ്റെ റൂമിലാണ് താമസിച്ചത്. അന്നാണ് കണ്ടത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ പിറ്റേ ദിവസം ഫാമിലി മൊത്തം ഉണ്ടാവും അവിടെ. പിറ്റേ ദിവസം അപ്പം എനിക്ക് ടെൻഷൻ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. ജയറാം അന്ന് ഏതോ ഒരു ദിവസത്തിന് വേണ്ടി അന്ന് പെട്ടെന്ന് റൂമിൻ്റെ എന്തോ ഇത് വന്നപ്പോൾ അവൻ അത് കഴിഞ്ഞിട്ട് അവൻ ചെന്നൈ പോയി. നെക്സ്റ്റ് ഡേ ഞാനിങ്ങനെ രാത്രിയിൽ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവോ. അപ്പം ഞങ്ങൾ അവിടുത്തെ കാറ്റഗറിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊന്ന് ചെക്ക് ചെയ്യണം. അവരൊന്നേ ക്ലീൻ ചെയ്ത് ഒന്നും കണ്ടിട്ടില്ല, അത് പോയിട്ടുണ്ടാവും എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. ഞാൻ രാവിലെ ബെറ്റിൽ നിന്ന് ഇങ്ങനെ എണീക്കുകയാണ്. എണീച്ചിട്ട് കാലിങ്ങനെ എപ്പോഴും ഞാൻ എണീച്ചിട്ട് ഫസ്റ്റ് വെള്ളം എടുക്കും. ബോട്ടിൽ ഞാൻ താഴെ വയ്ക്കും. ബോട്ടിൽ എടുത്ത് എനിക്ക് വെള്ളം കുടിച്ചുകൊണ്ട് പെട്ടെന്ന് എന്തോ പോകുന്ന കണ്ടിട്ട് നോക്കുമ്പോണ്ട് ഒരു പാമ്പ് കഴിഞ്ഞിട്ട് പോവുക. ഞാൻ ഷോക്കായി. അതും ചെറിയ കുട്ടിയാ. ഷോക്കായി. ഇതെന്ന് നേരെ പോയത് ഹാളിലേക്കാണ്. വാതിലിൻ്റെ എൻ്റെ ഡോറിൻ്റെ ചെറിയ ഇതിലൂടെ അങ്ങ് പോയി. എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വിളിച്ചു അവിടെ ക്യാരക്ടർ. ഞാൻ ഡോറ് തുറന്നു നോക്കുമ്പോൾ ഇത് പോയത് ഒരു സൗണ്ട് ബോക്സ് ഉണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ. ഇയാൾ വന്നു. ഞാൻ പറഞ്ഞു ചേട്ടാ ഇവ പാമ്പ് ചേട്ടാന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പേടി